പ്രപഞ്ചത്തിലെ സൃഷ്ടാവ് എന്തുകൊണ്ടാണ് പ്രപഞ്ചത്തെയും ആദാമിനെയും ഹൗവയെയും ഒക്കെ സൃഷ്ടിച്ച ഏതെങ്കിലും പ്രവാചകന്റെയോ പാസ്റ്ററുടെയോ പുരോഹിതന്റെയോ വാക്ക് ആലോചന കേട്ടിട്ടല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് സൃഷ്ടിതാവ് തൻ്റെ സൃഷ്ടികളൊന്നായ പ്രവാചകനോട് പറയുന്നു, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ? രണ്ട്, നീ കാറ്റിനോട് പ്രവചിക്കുമ്പോൾ നീ കാറ്റിനോട് പ്രവചിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സൃഷ്ടികളോട് പറയുന്നത്? ദൈവത്തിന് സകലതും കഴിയില്ലേ? എന്തിനാ മറ്റൊരാൾ ഉപയോഗിക്കുന്നത്? അതെ, ദൈവത്തിന് നമ്മളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടതുണ്ട്. താൻ തൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ നമ്മളിൽ ചിലരെയൊക്കെ തന്നെ, എല്ലാവരെയും അല്ല എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കാറ്റിനോട് പ്രവചിച്ചപ്പോൾ കിരുകിരാ ശബ്ദം കേട്ട് ക്രമമായി അസ്ഥികൾ വന്നു. തീത്തോസിൻ്റെ എഴുത്തിൽ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്: ക്രേത്തയിൽ തീത്തോസിനെ വിട്ടേച്ചു പോയി എന്നല്ല, ക്രേത്തയിൽ അവനെ ആക്കി വെച്ചത് ശേഷിച്ച കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനാണ്. സെറ്റ് പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രീക്ക് പദം ഓർത്തോപൈഡിയോക്ക് എന്നാണ്. ഓർത്തോപീഡിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മെഡിക്കൽ സയൻസിൽ അസ്ഥിരോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയുടെ വിഭാഗമാണ്. എന്നാൽ ഗ്രീക്കിലെ ഈ പദത്തിൻ്റെ അർത്ഥം ഓർത്തോ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ്, നേരെ എന്നും, പൈഡിയോക്ക് എന്ന് വെച്ചാൽ പഠനമെന്നാണ്. അതായത് വളഞ്ഞതിനെയും ചെരിഞ്ഞതിനെയൊക്കെ ക്രമീകരിച്ച് സെറ്റ് ചെയ്യുക, ക്രമീകൃതമാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വളഞ്ഞുപോയതിന് അസ്ഥിക്രമമായി പ്രവചനം നടക്കുമ്പോൾ കൃത്യമായി ക്രമമായി അസ്ഥിയോട് ചേർന്നു. ഓർത്തോപീഡിക്കോ. ഇപ്പോൾ എന്തിനാണ് ദൈവം പ്രവാചകനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചത്? അപ്പോൾ കാറ്റിനോട് പ്രവചിച്ചു, കാറ്റതിന്മേൽ ക്രമമായി വന്നു. രണ്ട്, അസ്ഥിയോട് പ്രവചിച്ചു. ഇങ്ങനെ രണ്ട് പ്രവചനമാണ് ഈ വിഷയത്തോടനുബന്ധിച്ച് പ്രവാചകൻ നടക്കുമ്പോൾ. അസ്ഥി ക്രമമായി വന്നു, ക്രമീകൃതമായി വന്നു. ഈ പോലീസിൻ്റെ ക്രൈം സ്റ്റോറിയുടെ പല പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഈ അസ്ഥികൾ സാധാരണക്കാരായ നമുക്കത് തിരിച്ചറിയാൻ കഴിയത്തില്ല, എന്താ സ്ത്രീയുടെ ആണ്, പുരുഷൻ്റെതാണോ, മൃഗത്തിൻ്റെ ആണോ. പക്ഷേ ഈ ആന്ത്രോപോളജിസ്റ്റ് അല്ലെങ്കിൽ നരവംശാസ്ത്രക്കോ ഓർത്തോപീഡിക്കായിട്ടുള്ള ഡോക്ടേഴ്സോ അസ്ഥി കണ്ട കൃത്യമായി അറിയാം. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും അവർക്ക് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയും. എന്നാൽ സാധാരണക്കാരന് ഇതെന്താണെന്ന് അറിയില്ല. ആയിരക്കണക്കിന് നൂറുകണക്കിന് താഴ്വരയിൽ ചിതറിക്കിടക്കുന്ന അസ്ഥികൾ ക്രമീകൃതമായി വന്നെങ്കിലും അവയുടെ മേൽ മാംസം ഞരമ്പും വന്ന് തൊക്കും പൊതിഞ്ഞു. അവ നേരെ നിന്നുവെങ്കിലും അവയുടെ ഉള്ളിൽ ജീവനില്ലായിരുന്നു. ജീവനില്ലാത്തതിനെ കൊണ്ട് ആർക്കാണ് പ്രയോജനം വരിക? പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം. നേരത്തെ ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ച പോലെ നിയോഗം പ്രവാചകന്റെ മേലും പുരോഹിതന്റെ മേലും രാജാവിൻ്റെ മേലും ഇടയന്റെ മേലും ഒക്കെ പഴയ നിയമകാലത്ത് കൃത്യമായി വന്ന് ഒരു പ്രത്യേക ദൗത്യം നിർവഹിച്ചതുപോലെ നമ്മളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ ഉണ്ടാകേണ്ടതിനാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ക്രമീകൃതമായി അസ്ഥിത്താഴ്വരയിൽ ചുറ്റി നടന്ന് എണ്ണാനല്ല, അതിൻ്റെ ആഴവും പരപ്പും മനസ്സിലാക്കാനല്ല, എന്തിനാണെന്ന് അറിയില്ല. പരിശുദ്ധാത്മാവ് നിയോഗത്താൽ ചുറ്റും നടന്നു, പ്രവാചകനോട് പറഞ്ഞു. പ്രവാചകൻ അനുസരിച്ച് ചോദ്യം ചെയ്യാതെ അപ്പോൾ എഴുന്നേറ്റ് നിന്നെങ്കിലും അവിടെ തന്നെ 17, 11, 12 മുതലുള്ള 17 വാക്യങ്ങളിൽ മനുഷ്യപുത്ര, ഇത് ഇസ്രയേൽ ജനത്തെ ചിത്രീകരിക്കുന്നതാണ്. അവർ എന്നെ വിട്ടേച്ച് മറ്റ് യഹോവയായ സത്യദൈവത്തെ വിട്ടു തിരിഞ്ഞ് വഴിമാറിപ്പോയി. അവർ മഹാസൈന്യമായി ഭാവിയിൽ വരുമെന്ന് ആലോചനയാണ്. അതിൽ രൂപകലങ്കാരത്തിൽ പറയുന്ന ആലോചനയാണെന്ന് മറക്കരുത്. ഇതിൽ നമുക്ക് ആത്മീയ വിഷയത്തിൽ എടുക്കേണ്ടത്, ഇന്നത്തെ നമ്മുടെ സഭാ മേഖലകളും പരിശോധിച്ചാൽ കൂട്ടങ്ങൾ കൂടുന്നുണ്ട്. ജനുവരി മുതൽ എല്ലാ വർഷവും കൺവെൻഷൻ നടക്കുന്നുണ്ട്. അതിനൊരു മാറ്റവുമില്ല. എല്ലാ വർഷവും ഒരേ ഡേറ്റിൽ ഒരേ സ്ഥലങ്ങളിൽ കൺവെൻഷൻ വെക്കുന്നു, വിശ്വാസികളിൽ നിന്ന് പിരിവെടുക്കുന്നു, അവർക്ക് നേതാക്കന്മാർക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചു കൊണ്ടുവരുന്നു, അവർക്കിഷ്ടമുള്ള ശൈലി സൂക്ഷിക്കുന്നു. ആർക്ക് പ്രയോജനം? ഒരു മാറ്റവുമില്ല. ഈ അസ്ഥിത്താഴ്വരയിൽ കിടക്കുന്ന ജീവനില്ലാത്ത പടയാളികളെ പോലെ ഇന്നത്തെ ആത്മീയ ലോകത്തിലുള്ളവരോട് ഞാൻ പറയട്ടെ, സഭാ വ്യത്യാസമില്ലാതെ പറയട്ടെ, നിങ്ങൾ മാസങ്ങളായി വർഷങ്ങളായി നിരന്തരം
അത് ചെറിയ കൺവെൻഷൻ, ലോക്കൽ കൺവെൻഷൻ, ഡിസ്ട്രിക്ട് കൺവെൻഷൻ, ജനറൽ കൺവെൻഷൻ എന്ന് വേണ്ട കൺവെൻഷൻ്റെ ബഹളമാണ്. എത്ര ആത്മാക്കൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്? ആത്മാക്കൾ പെന്തക്കോസ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നല്ലാതെ പുതിയതൊന്നും വരുന്നില്ല എന്നോർക്കുക. ആകയാൽ ഈ അസ്ഥിത്താഴ്വരയും ഈ പ്രവാചകന്റെ ശുശ്രൂഷയും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം, എന്തെല്ലാം ചെയ്താലും, വചനം പഠിച്ചാലും പഠിപ്പിച്ചാലും പ്രവചനം നടത്തിയാലും ഇവയ്ക്കുള്ളിൽ ജീവനില്ലെങ്കിൽ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമില്ലാതായിത്തീരും. ആകയാൽ നമുക്ക് കൺവെൻഷൻ അല്ല വേണ്ടത്, കൃത്യമായി ക്രമീകൃതമായി വചനം പഠിപ്പിക്കുകയും പണ്ടത്തെ മുൻകാലങ്ങളിൽ നടന്നതുപോലെ പാപബോധം വരുന്ന നിലയിൽ, അതായത് ഉപവാസ പ്രാർത്ഥനകളിൽ അന്യോന്യം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് പകരം ഇന്ന് മെഗാ ചർച്ചുകളിലും മെഗാ കൺവെൻഷനും മെഗാ ക്രൂസേഡുകളും അതൊക്കെ കോട്ടും സ്യൂട്ടും ധരിച്ച് ഈ ചൂടുള്ള ഈ ദേശത്ത് എന്തിനാ ഇങ്ങനത്തെ വേഷം കിട്ടുന്നത്? മുൻകാലങ്ങളിൽ അങ്ങനെയൊന്നുമില്ലായിരുന്നു. വേഷം കൊണ്ടോ മൈക്കിൻ്റെ സൗണ്ട് കൊണ്ടോ സംഗീതത്തിൻ്റെ മാസ്മരീയത കൊണ്ടോ അല്ല ആരും രക്ഷിക്കപ്പെടുന്നത്. മറിച്ച് ശാന്തമായി, അതെ, മർക്കോസിൻ്റെ മാളികയിൽ ഒരു ശബ്ദം കേട്ടു. ഈ ശബ്ദം ഇതുവരെ കേൾക്കാത്ത സൗണ്ട്. ദേർ ആർ ലിസണിങ് ദ അൺയൂഷ്വൽ സൗണ്ട്. ഇത് മുൻപ് കേട്ടിട്ടുള്ളതായിരുന്നെങ്കിൽ അവരാരും വെപ്രാളപ്പെട്ടിങ്ങനെ ഓടിക്കൂടുകയില്ലായിരുന്നു. അവർ കേട്ടത് അലറലോ കൂവലോ അല്ല, മറിച്ച് കണ്ണക്ഷോഭം ചെയ്യലുമല്ല. പിന്നെന്താ സംഭവിച്ചത്? ഈ മർക്കോസിന്റെ മാളികയിൽ യെരുശലേം പട്ടണത്തിൽ കേട്ട ശബ്ദം ഇതുവരെ കേൾക്കാത്ത ഒരു ശബ്ദം, അവർ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ഭാഷ, അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഭാഷ. എന്നാൽ 17ലധികം ഭാഷക്കാർ അന്ന് ആ യെരുശലേം പട്ടണത്തിൽ ഉണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി തങ്ങളുടെ ജന്മ ഭാഷ, ഞങ്ങൾ സംസാരിച്ചതും. ഇവർ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അന്യോന്യം ചോദിക്കുകയാണ്, നമ്മുടെ മാതൃഭാഷ, നമ്മൾ ഇപ്പോൾ ജനിച്ചു വളർന്നിരിക്കുന്ന ആ പ്രദേശത്തിലെ ഭാഷ ഇവർക്കെങ്ങനെയാണ് അറിയുന്നത്? അന്യഭാഷ നിന്നുപോയി എന്ന് പറയുന്നവരോട് പറയട്ടെ, അന്യഭാഷ നിന്നുപോയിട്ടില്ല. പക്ഷെ അന്യഭാഷ ഇല്ലാത്ത അന്യഭാഷ തങ്ങൾക്കുണ്ടെന്നും തങ്ങൾ മറ്റൊരേക്കാൾ മികച്ചവരാണെന്നും സ്വയം ധരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, അന്യഭാഷ ഇന്നുമുണ്ട്. ഇവർ വീഞ്ഞു കുടിച്ചവരല്ല. വീഞ്ഞോ മദ്യമോ കുടിച്ചാൽ സംസാരിക്കുന്ന ഭാഷ അന്യഭാഷയാകുമെങ്കിൽ ഞാൻ ലളിതമായി ചോദിക്കട്ടെ, നമ്മുടെ കുട്ടികൾ IELTS OETS പഠിക്കുന്നതിന് വലിയ ഫീസ് കൊടുത്ത് പഠിക്കുന്നതിന് പകരം കുറച്ച് മദ്യമോ വീഞ്ഞോ കുടിച്ചാൽ താനെ ഭാഷ വരികയില്ലേ? അതുകൊണ്ട് മദ്യമോ വീഞ്ഞോ കുടിച്ചാൽ വരുന്നതല്ല അന്യഭാഷ. എന്നാൽ ഇന്ന് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ സംസാരിപ്പിക്കുന്ന അന്യഭാഷ ബൈബിൾ അടിസ്ഥാനത്തിലുള്ളതല്ല. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നൽകിത്തരുന്നതും പാട്ട് പാടിയിട്ട്, ഒരു പാട്ടല്ല രണ്ടാമത്തെ പാട്ട് പാടുമ്പോൾ പാട്ടിൻ്റെ പുറകെ വരുന്ന അന്യഭാഷ പാട്ടാത്മാവ്, പരിശുദ്ധാത്മാവല്ല. എന്തായാലും പറയട്ടെ, മർക്കോസിൻ്റെ വാളിയിൽ കേട്ട അസാധാരണമായ ശബ്ദം അവരെ അങ്ങോട്ട് ആകർഷിച്ചു. ആരും വിളിച്ചു വരുത്തിയതല്ല, മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയതല്ല, നോട്ടീസ് അടിച്ചിറക്കിയതല്ല, മെഗാ ചർച്ചിൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വന്നതല്ല, മറിച്ച് അവരെ എത്തിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങളും ഇപ്പോൾ അംഗമായിരിക്കുന്ന സഭകളിൽ അൺയൂഷ്വൽ സൗണ്ട് ഉണ്ടോ? അതോ അടിപിടി ബഹളമാണോ? ഇന്ന് പലയിടത്തും, എറണാകുളത്തും ട്രിവാൻഡ്രത്തും വലിയ ചർച്ചുകളിൽ, അതെ, മാസയോഗം കഴിയുമ്പോഴും സഭായോഗം കഴിയുമ്പോഴും അവിടെ സംഭവിക്കുന്നത് അത് അൺയൂഷ്വൽ സൗണ്ട് അല്ല, അടിയും പിടിയും ബഹളമാണ്. എത്രയിടത്ത് കേസുണ്ട്, ഹൈക്കോടതിയിലും മറ്റ് ഡിസ്ട്രിക്ട് കോർട്ടുകളിലൊക്കെ എത്ര കേസുണ്ട്. അപ്പോൾ അൺയൂഷ്വൽ സൗണ്ട് കേൾക്കണം. ഇവിടെ എന്താ സംഭവിച്ചത്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അസ്ഥികളിലേക്ക് ചെന്നപ്പോൾ, ദൈവാത്മാവിൻ്റെ നിയോഗത്തിൽ അവർ സംഭവിച്ചപ്പോൾ അവരിൽ മാറ്റമുണ്ടായി. അവർക്കറിയാത്ത ഭാഷ സംസാരിച്ചു. ദൈവം വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ സ്വയം കേട്ടവർ അത്ഭുതപ്പെട്ടുപോയി എന്നെഴുതിയിരിക്കുമ്പോൾ ഓർക്കുക, ദൈവത്തിന് ഇപ്പോഴും പ്രവർത്തിക്കാൻ കഴിയും. എന്നാൽ എന്താണ് കുഴപ്പം? മനുഷ്യപുത്രനെ കൊണ്ട് പ്രവചിപ്പിച്ച് എന്തിനാണ് ദൈവം ഉപയോഗിച്ചത്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വന്ന് മനുഷ്യനെ വീണ്ടും ജീവിപ്പിച്ച് ഇസ്രായേൽ ജനത്തെ, ഞാൻ വീണ്ടും ചോദിക്കട്ടെ, ദൈവം ഇവരോട് ആലോചന പലപ്പോഴായി പറയുന്നുണ്ട്.
പല തരത്തിൽ പറയുന്നുണ്ട്. ഇരമ്യാവ് 8-ാം അധ്യായത്തിലും ഇതേ കാര്യം പറയുന്നു. ഞാൻ രാജാക്കന്മാരുടെയും യഹൂദന്മാരുടെയും അസ്ഥികൾ ശവക്കുഴിയിൽ നിന്നെടുക്കുമെന്നും അവരെ വീണ്ടും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുമെങ്കിലും ഞാനും നിങ്ങളും ശവക്കുഴീരത്തിലാണോ, അസ്ഥികളാണോ, ഉപയോഗമില്ലാതെ തള്ളിക്കളഞ്ഞവരാണോ, സമൂഹം തള്ളി സമൂഹം നമ്മളെ തള്ളിക്കളഞ്ഞാണോ? പക്ഷെ നമുക്കും ഒരു സുദിനമുണ്ട്. പക്ഷേ ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഇത് ഒന്നോ രണ്ടോ പേരല്ല, വലിയൊരു കൂട്ടം ജനത്തെ തള്ളിക്കളയേണ്ടത് ആരും ഉപയോഗിച്ചില്ല. ഇത് എങ്ങനെയാണ് ഇവിടെ കിടക്കുന്നത്? എന്തുകൊണ്ട് അടക്കിയില്ല? ഞാൻ നേരത്തെ ചോദിച്ചു, നൂറുകണക്കിന് ആയിരക്കണക്കിന് പേർ മരിച്ചിട്ടും ശവമടക്കാതെ, അവരോട് മര്യാദ കാണിക്കാതെ അലക്ഷ്യമായി എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ ഒരു താഴ്വരയെക്കുറിച്ച് ബൈബിൾ എഴുതിയിട്ടുണ്ട്. വിജാതീയരോ അന്യദേശവാസികളെ മരിച്ചു കഴിഞ്ഞാൽ അവരെ കുഴിച്ചിടാതെ ഈ ശവത്തെ വലിച്ചെറിഞ്ഞ് താഴ്വരയിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു കാര്യം വിശുദ്ധ ബൈബിൾ എഴുതിയിട്ടുണ്ട്. ആ താഴ്വരയ്ക്കൊരു പേരുമുണ്ട്.